ബഹുമാനിയ കർത്തദാസൻ കുടുംബം, കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും വേഗബരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നീ പകൽക്കാലം ഈ വർഷത്തിൻ്റെ അവസാന നാളുകളിൽ നിങ്ങളോട് ഒരുമിച്ച് ഒരു ദിവസം കൂടി ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2025 നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 24 ദൈവം നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധാനത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ പിതാവായ ദൈവം നമ്മുടെ സമസ്ത വിഷയങ്ങൾക്കും അവൻ തരുവാൻ അവൻ വലിയവനായ കർത്താവാകയാൽ ഇന്ന് പകൽക്കാലം ആ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി അവനെ ആരാധിക്കുവാൻ, അവനെ സ്തുതിക്കുവാൻ, അവനെ നന്ദി കരയറ്റുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ നമുക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ ആളുടെ കഴിവോ മിടുക്കോ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ, നാം കയറി വന്ന വാഹനത്തിൻ്റെ വലിപ്പമോ, നാം താമസിക്കുന്ന വീടിൻ്റെ ഒന്നുമല്ല നമ്മെ ദൈവം കൊണ്ടുവന്നത്. ക്രിസ്തുയേശുവിൽ ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ദൈവദാസൻ ആത്മാവിൽ കണ്ടോണ്ട് ഇങ്ങനെ പറഞ്ഞു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെയും ക്രിസ്തുയേശുവിനോടുകൂടെ അവൻ നമ്മെ ഉയർപ്പിച്ചത് കൊണ്ട് ഇന്ന് പകൽക്കാൽ ദൈവത്തിൻ്റെ പൈതല് ജീവനോടെ ഈ സ്വാതന്ത്ര്യത്തിൽ കടന്നു വരുവാൻ, അവനെ ആരാധിക്കുവാൻ, അവനെ മഹത്വം കരയറ്റുവാൻ, അവന് നന്ദി കരയറ്റുവാൻ ദൈവം ഒരു ദിവസം കൂടെ ദാനമായി നൽകി ഓർക്കുമ്പോൾ നന്ദിയാൽ നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയണം. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ആരും പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. പിന്നെയോ ദൈവം ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ അറിയാതെ അന്തരാത്മാവിൽ നിന്ന് ഉയർന്നു വരുന്ന സ്തുതിയും സ്തോത്രവും സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ ദൈവത്തിന്റെ പൈതല് എങ്ങനെ നന്ദി പറയാതിരിക്കും? നമ്മേക്കാൾ ശ്രേഷ്ഠന്മാര് അനേകർ പട്ടുപോയ പോർക്കളത്തിൽ അനേകർ കടന്നു വരാതെ ലോകത്ത് രോഗികളുടെ ആശ്രിതൽ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം സ്തുതിക്കുവാൻ ഹല്ലേലൂയ പാട്ടുകാരൻ പറഞ്ഞതുപോലെ ഈ ദിനം കൂടി ഹല്ലേലൂയ ദാനമായി തന്നല്ലോ. ആ ദൈവത്തെ ഓർത്ത്, ആ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ ആലോചന കർത്താവിന്റെ ദാസൻ പറഞ്ഞു, അതോ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എഴുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ചിന്ത, കെ ജോസഫ് എന്ന് പറയുന്ന PMGയുടെ പ്രസിഡന്റ് ഒരു പ്രാവശ്യം ഞങ്ങളുടെ മസ്കറ്റിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, മീറ്റിംഗ് കഴിഞ്ഞ് ഭയങ്കര മഴയുള്ളൊരു ദിവസം കഴക്കൂട്ടത്തെ 2 കയ്യാലുകൾ ഉയർന്നിരിക്കുന്ന 2 സ്ഥലം അതിന് നടുക്കൂടെ നടന്നു പോകുമ്പോൾ ദൈവദാസൻ വചനത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ശക്തിയേറിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം കട്ടിക്കൊണ്ടുപോയ ചൂട്ടെ കെട്ടുപോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വചനം തന്നോട് പറഞ്ഞു, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് പോകരുതെന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ പുറയുന്നൊരു മനുഷ്യൻ ടോർച്ചുമായി കടന്നു വരുമ്പോൾ മൂർഖൻ പാമ്പതിൻ്റെ മുമ്പിൽ തത്തി ഉയർത്തി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ പൈതലേ, അദ്ദേഹം അത് പറഞ്ഞ ഞാൻ എന്തിനാ ഇവിടെ ഓർപ്പിച്ചെന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനമെന്ന നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമായി പ്രതികൂല പ്രതിസന്ധികളുടെ നടുവിൽ കൂരിട്ടയുടെ നടുവിൽ എന്നെ നടത്തുവാൻ അവൻ കഴിവുള്ള ദൈവമാകയാൽ അവനെ ആരാധിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ, അവനെ നന്ദി കരയറ്റുവാൻ
ഓ ഹല്ലേലൂയ! ആരും പറഞ്ഞിട്ടല്ല സ്വത്രം പറയുന്നത്. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. ദൈവത്തിന്റെ ജലം അകത്തു കുത്തുമ്പോൾ ചൂടാര പോര ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഹല്ലേലൂയ അവന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പലപ്പോഴും ഞാൻ പറയാതെ സിമ്പിൾ എക്സാമ്പിൾ ഉണ്ട്. നമുക്കറിയാം, നമ്മൾ വീട്ടിലെ വെള്ളം തിളപ്പിച്ച് അരിയിടുമല്ലോ. ഞങ്ങളൊക്കെ ചെയ്യും, നിങ്ങൾ ചെയ്യുന്ന എനിക്കറിയാം, ഞാൻ ചെയ്യുന്ന എനിക്കതിനകത്ത് വലിയ ഇതൊന്നും തോന്നുന്നില്ല. കാരണം നമ്മൾ ചെയ്യുന്ന അപ്പോഴേ കുറേ നേരം കഴിയുമ്പോൾ അരിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ പാത്രം അടുപ്പത്ത് വെക്കും. വെച്ചിട്ട് വെള്ളം അങ്ങോട്ട് തിളച്ച് പൊങ്ങി വരുമ്പോഴത് കേൾക്കാം പട്ട 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 പട്ട. എവിടുന്ന ശബ്ദം വരുന്നത്? അടപ്പ് തങ്ങൾ എനിക്ക് അടുപ്പിനോട് ചോദിച്ച അടപ്പ് പറയും ഞാനല്ല, എന്നെ അകത്തു നിന്ന് കുത്തുന്ന, എന്നെ ഉയർത്തുന്ന ഹല്ലേലൂയ ഒരു ശക്തിയുണ്ട്. അകത്ത് ശക്തി പ്രാപിച്ച ദൈവത്തിന് ജലം. ഓ അടങ്ങിയിരിക്കത്തില്ല, അവളെ ആരാധിക്കും. ദാവീദ് രാജാവ് എന്താ ചെയ്തത്? അവൻ രാജാവായിരുന്നിട്ടും പഞ്ഞനൂലാക്കി ധരിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പാകെ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചുവെങ്കിൽ ഏഴുകളും കൃമികളുമായ നമ്മെ എത്രയധികം ദൈവത്തെ സ്തുതിക്കുവാൻ വകയുണ്ട്. ഓരോ ദിവസവും ഒരു ദിവസവും ദൈവദാസൻ പറഞ്ഞു, ശ്വസിക്കുന്ന ഓക്സിജന്റെ വിലയോർത്താൽ വേറെ ഒന്നും വേണ്ട. വേറെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, കോവിഡ് വന്ന സമയത്ത് ഓക്സിജൻ ഇല്ലാതെ എത്ര പേര് സിലിണ്ടറില്ലാതെ മരിച്ചു. ഓരോ ദിവസവും ഓരോ നിമിഷവും നാം ശ്വസിക്കുന്ന ആ ഓക്സിജന്റെ വിലയോർത്താൽ ഓ ഹല്ലേലൂയ അവനെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ അവരെ ആരാധിക്കാതിരിക്കും? അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. അകത്ത് ജീവൻ പ്രാപിച്ച ദൈവത്തിന് ജലം ദൈവത്തിന്റെ പൈതല്, ആത്മാവിലെ ശക്തി പ്രാപിച്ച ദൈവത്തിന്റെ ജലം അവനെ ആരാധിക്കും. പൗലോസ് പറയുന്ന പോലെ ഈ അത്യന്ത വ്യാപാര ശക്തി ഞങ്ങളെ സ്വന്തമല്ല എന്ന് വരികിൽ ഓ ഈ മൺകൂടാരങ്ങളിൽ എത്ര നൽകിയിരിക്കുന്നത്. അങ്ങനെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, തുള്ളിച്ചാടി ആരാധിക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. അല്പസമയം ചിന്തനാട് നമുക്കൊരു വേദഭാഗം പെട്ടെന്ന് വായിക്കാം. എല്ലാം നമ്മൾ അനുഗ്രഹങ്ങളാണല്ലോ കേൾക്കുന്ന ഒരു ദൈവം സ്തോത്രം. 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിലെ 1-ാമത്തെ വാക്യവും 4-ാം അധ്യായത്തിലെ 16, 17, 18 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. മതി. 4-ന്റെ 16-ഉം 17-ഉം 18 വായിച്ചു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കും. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകരം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല കാണാത്തതിനെ എത്രയും ഞങ്ങൾ നോക്കി പാർക്കുന്നത് മതി. അത്ര നമ്മൾ സഹിക്കത്തില്ല. ദൈവത്തെ സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, ഈ വർഷത്തിന്റെ അവസാന നാളുകളിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുമ്പോൾ, ഒരു പുതിയ വർഷത്തിലേക്ക് നാം നടന്നു നീങ്ങുന്ന ഓടിയെത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പുതിയ വർഷത്തിൽ എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും നമുക്കറിയത്തില്ല. കർത്താവദാസൻ പറഞ്ഞതുപോലെ നാളത്തെ കാര്യം നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. കാർമകം വരാം. പക്ഷേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം എൻ്റെ കൂടെ നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് 2 ചിറകുണ്ട്, ആ ചിറകുമായി ഞാൻ വികായത്തിലേക്ക് പറന്നുയരുമെന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ നമുക്കറിയത്തില്ല പുതിയ വർഷക്കാലം എന്തെല്ലാം സംഭവിക്കും. എന്തെല്ലാം സംഭവിച്ചാലും നമുക്കൊരു തീരുമാനം ഉണ്ടാകണം. എന്റെ പ്രാണപ്രിയനോട് കൂടെ ഞാൻ എത്തിച്ചേരും എന്നുള്ളതായ ആ പ്രത്യാശ നമ്മളെ അകത്തു ഭരിക്കണം. ഹല്ലേലൂയ. എന്ത് സംഭവിക്കട്ടെ,
എന്ത് നടക്കട്ടെ, ലോകത്തിൽ എന്ത് നടന്നാലും രക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ പൈതല്, ആത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ പൈതല് അകത്ത് തിളയ്ക്കുന്ന ഒരാത്മാവിന്റെ ശക്തി ഉണ്ടാക്കണം. എന്താണ്? എന്റെ പ്രാണപ്രിയരോട് കൂടെ ആമേൻ ആമേൻ ഞാനായിരിക്കുമെന്നുള്ള ഒരു പ്രത്യാശ. ഇവിടെ നമുക്കറിയാം കൊരിന്ത്യ ലേഖനം പുതിയ മുദ്രത്തെ പുസ്തകങ്ങളുണ്ട്. എത്ര പുസ്തകമുണ്ട്? ഭാഷ ഒന്നും പറയല്ല ദൈവം. ഇത് എന്താണ്? എത്ര പുസ്തകമാണ് പുതിയ നിയമത്തില്? 27 പുസ്തകം. 27 പുസ്തകങ്ങൾ എത്ര പേരാ എഴുതിയത്? എത്ര പേരെ എഴുതി? ഭാഷ ഒന്നും പറയല്ല. സ്തോത്രം. എത്ര പേരെ എഴുതിയത്? നമ്മൾ വായിക്കും 27 പുസ്തകം ഉണ്ടെന്നൊക്കെ പറയും. ആട്ടെ, എത്ര പേരാ എഴുതിയത്? നിങ്ങൾ സമയം എനിക്ക് തന്നിക്ക് തോന്നുന്നു, ഞാനൊക്കെ പറയാം. പുതിയ മുതലേ 27 പുസ്തകങ്ങളെ 8 പേരാ എഴുതിയിരിക്കുന്നത്. 8 പേരേ ഉള്ളൂ 27 പുസ്തകം എഴുതിക്കുന്നത്. 14 പുസ്തകങ്ങൾ എഴുതിയത് പൗലോസ്ലീഹ. 8 പേരില് 4 പേര് അപ്പോസ്തലന്മാരും ബാക്കി 4 പേര് അപ്പോസ്തലന്മാരല്ല. അതിൽ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, പിന്നെ ആരാ? മത്തായി. ഈ 4 പേരാണ് അപ്പോസ്തലന്മാര്. 4 പേര് എഴുതിയ പുസ്തകം. പിന്നെ അല്ലാത്തവരാരാണ്? ലൂക്കോസും മാർക്കോസും. 2 പേര്, ലൂക്കോസും മാർക്കോസും. ലൂക്കോസ് അപ്പോസ്തലനായ പൗലോസിലൂടെ യാത്ര ചെയ്തതും മാർക്കോസ് പത്രോസിലൂടെ യാത്ര ചെയ്തതും. അപ്പോഴും അവർക്കാവുണ്ട്. അല്ലാതെ എഴുതിയിരിക്കുന്ന 2 പേരാരൊക്കെയാ? യാക്കോബും യൂദായും. ഇവർ 2 പേരും ആരാ? കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരാണ്. എന്താ സ്തോത്രം. അപ്പോൾ അവര് അല്ലാതെ വേറെ, അവരും ആത്മീയമായ ചിന്താഗതിയുള്ളവരാ. 2 സഹോദരന്മാരാ. ഇവർ 8 പേരാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞ പൗലോസിൻ്റെ 14 ലേഖനങ്ങളിൽ 1-ാമത്തെ ലേഖനമായിട്ട് കേട്ടിരിക്കുന്നത്. പൗലോസ് എഴുതിയത് റോമാലേഖനമല്ല, ആദ്യം വേറെ ലേഖനം. അതിപ്പോൾ പറയാം. പൗലോസ് റോമാലേഖനം ജസ്റ്റിഫിക്കേഷൻ അഥവാ നീതീകരണം. 2-ാമത്തെ എന്താണ്? സാന്റിഫിക്കേഷൻ. അതാണ് കൊരിന്ത്യ ലേഖനം. സാന്റിഫിക്കേഷൻ അഥവാ വിശുദ്ധീകരണം. തുടർന്ന് വരും ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ പലതും തേജസ്കരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പറഞ്ഞു വന്നതിന് സാരം, നീതീകരണം പ്രാപിച്ച ദൈവത്തിന് ജനം വിശുദ്ധീകരണം പ്രാപിക്കണം. ദൈനംദിന ജീവിതത്തിൽ വിശുദ്ധീകരണം പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതലാണ് തേജസ്കരണം പ്രാപിച്ച കർത്താവിൻ്റെ രാജ്യത്തിൽ കർത്താവിനോട് ഒരുമിച്ച് എടുക്കപ്പെടുന്ന കാര്യം. ഞാൻ പറയാറുള്ള ഒരു കാര്യം കൂടെ പറയട്ടെ. വീണ്ടും ചെല്ലുന്ന ബോണൊക്കെ എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നടക്കുന്നതും റിപ്പൻഡൻസ് എന്ന മാനസാദം എന്നുള്ളത് ഓരോ സെക്കൻഡുകൾ നടക്കേണ്ടതാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും പ്രതികൂല പ്രതിസന്ധികൾ കടന്നു പോകുമ്പോൾ തെറ്റുവരാത്ത മനുഷ്യരില്ല. തെറ്റുപറ്റുമ്പോൾ അപ്പൻ്റെ പാദപീഠത്തിൽ കമന്ന് വീട് അവനുമായി ഒരുമിച്ച് ജീവിതത്തെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുവാൻ ഹല്ലേലൂയ നാം തയ്യാറാകുന്നതാണ് സാന്റിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിലെ മുഴുവനാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. 2-ാമത്തെ ലേഖനം നമുക്കറിയാവുന്ന കാര്യമാണ്. കൊരിന്ത്യ ചരിത്രമെല്ലാം നമുക്കറിയാം. അത് പ്രസംഗിക്കാൻ നേരമില്ല. ദൈവത്തെ സ്തോത്രത്തിന് വളരെ അധപ്പതിച്ച ഒരു സാൻമാർഗികമായി വളരെ അധപ്പതിച്ചതായ ഒരു സ്ഥലമായിരുന്നു. അഫ്രോഡേസ് എന്ന് പറയുന്ന ദേവിയൊക്കെ പ്രസാദിപ്പിക്കാനും മറ്റു പരിചലക്കാം 1000 ദേവദാസികൾ അവിടെ ഉണ്ടായിരുന്ന ചരിത്രം പറയുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്താണ് 2-ാമത്തെ തൻ്റെ മിഷണറി യാത്രയിൽ 1.5 വർഷക്കാലം കൊരിന്ത്യയിൽ താമസിച്ചിട്ട് താൻ പ്രവർത്തിച്ചുണ്ടാക്കിയ സഭയാണ് കൊരിന്ത്യ ലേഖനം എന്ന് പറയുന്നത്. അവിടെ സഭ എന്ന് പറയുന്നത് ആ സഭയില് ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയായി ദൈവം സഭയെ ഉയർത്തിയെങ്കിലും അതിനകത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു. 2-ാമത്തെ ലേഖനം എഴുതാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് സാന്റിഫിക്കേഷൻ ആണെങ്കിൽ തന്നെ ഹല്ലേലൂയ ക്രിസ്തീയ ഉപദേശങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടെങ്കിലും പൗലോസിന്റെ അപ്പോസ്തലത്തെയും തൻ്റെ പ്രവർത്തനത്തെയും ചോദ്യം ചെയ്തവരുള്ള മറുപടി കൂടിയാണ് 2-ാമത്തെ ലേഖനം. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അത്തരം പറഞ്ഞ ഭാഗം ഞാൻ വിടുകയാണ് സമയത്തിന് പുറകൊണ്ട്. ഹല്ലേലൂയ ശ്രദ്ധിച്ചാട്ടെ. അപ്പോസ്തലൻ പൗലോസ്ലീഹ കൊരിന്ത്യയിലെ വിശ്വാസികളോട് പറയുകയാണ്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ
നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കും. ഞാൻ വായിച്ച കുറിവാക്യം എന്ന് പറയുന്നത് 5:1. കൂടാരമായി നിങ്ങളുടെ ഭൗമ്യ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം എവിടെ ഉണ്ട്? ദൈവത്തിന്റെ ദാനമായി. ആ, ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം. അവിടെ ശ്രദ്ധിച്ചാട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം അറിയേണ്ട ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഈ കൂടാരം എന്ത് ചെയ്യും? പൊളിഞ്ഞു പോകും. പൊളിഞ്ഞു പോകും. എത്ര വലിയ പുള്ളിയാന്ന് പറഞ്ഞാലും ഒരു ദിവസം അല്ല ഒരു നിമിഷം ദിവസം പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരാണ്. ഞാൻ പ്രസംഗിക്കാത്ത കാലത്ത് ഞാൻ പ്രസംഗിച്ചു വന്നതാണ്, ദൈവത്തിന് സ്തോത്രം ചെയ്ത് എൻ്റെ ആയുസ്സിൽ എൻ്റെ കർത്താവ് വരുമെന്ന്. എൻ്റെ ആയുസ്സിലുള്ള കർത്താവ് വരെ ഞാൻ പറയും. ഇന്നും പ്രസംഗിക്കുന്നുണ്ട്. ദൈവത്തിന് വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞത് നമുക്കറിയത്തില്ല, ഈ വർത്തമാന കാലം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ലക്ഷ്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതായ സാഹചര്യമാണ്. അപ്പോൾ ഒന്നുകിൽ കർത്താവ് മടങ്ങി വരും, അല്ലെങ്കിൽ നമ്മുടെ കൂടാരം പൊളി. രണ്ടിലും കൂടാരം പൊളിയും. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ കൂടാരം പൊളിഞ്ഞാൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? അകത്തൊരു നിശ്ചയം ഉണ്ടാകണം. ഒരു ധാർഷ്ട്യം, അകത്തൊരു നമുക്ക് നിശ്ചയം ഉണ്ടാകണം. എന്താണ്? നിർണയം പ്രാപിക്കണം. ഞാൻ എൻ്റെ ഈ കൂടാരം പൊളിഞ്ഞു പോയാൽ എവിടെ ചെല്ലും? ഇവിടെ നമ്മൾ വാരിക്കൂട്ടതെല്ലാം എന്ത് ചെയ്യും? പോകും. നമുക്കറിയാം, ബില്ലിഗ്രഹാം പറഞ്ഞു, ജസ്റ്റ് വി ആർ എ പാസഞ്ചർ ഇൻ ദ വേൾഡ്. ലോകത്തിൽ നമ്മളൊരു പാസഞ്ചറാണെന്ന് പറഞ്ഞു. ഒരു പാട്ടുകാരൻ പാടി, ഇവിടെ ഞാൻ വേറും ഒരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം, ഇവിടെ ഞാൻ വേറും ഒരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ, ഇവിടെ എനിക്കാരും തുണയായില്ലെങ്കിലും ഇണയാകും യേശുവോടു ചേർന്നാൽ മതി. അങ്ങനെ ഉണ്ടോ നമുക്ക്? നമുക്കങ്ങനെ പ്രത്യാശയുണ്ടോ? ഇവിടെ ആരും നമുക്ക് തുണയില്ല, എങ്കിലും ഇണയാകുന്ന കർത്താവുമായി എനിക്ക് ചേർന്നാൽ മതിയെന്ന് നമ്മുടെ അകത്ത് ഒരു പ്രത്യാശ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ പൗലോസ്ലീഹ പറയുന്നത് എന്താ? ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ച വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം. തനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഉറപ്പ് പ്രാപിക്കണം. ആരാധനയ്ക്ക് വന്ന് കടന്നുപോയി പുസ്തകം വയ്ക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ കാഹളനാദത്തെങ്കിൽ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ നമ്മുടെ കൂടാരം ഇവിടെ പൊളിഞ്ഞു പോയാൽ, ദൈവത്തിൻ്റെ പൈതല് നാം എവിടെ എത്തിച്ചേരുന്നു? നമ്മുടെ ഡെസ്റ്റിനേഷൻ, ഹല്ലേലൂയ, അതെവിടെയാണെന്നുള്ളതായ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാത്മാവിൽ പ്രാപിക്കുന്ന ഒരു ദൈവ പൈതല് ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, ഏതെല്ലാം കഷ്ടങ്ങളിൽ കടന്നു പോയാലും, ഏതെല്ലാം പ്രതികൂലങ്ങളിൽ കടന്നു പോയാലും ഭാരപ്പെടുക കാര്യമില്ല. അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവില്ല. പത്രോസ് പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഉത്തരവാദിത്വം കൊടുക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. കാൽവറിയിൽ തന്നെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി തന്ന് നമ്മെ വീണ്ടെടുത്ത നിത്യൽ നമുക്കിവിടെ എത്തിക്കാവത് വാക്ക് പറഞ്ഞവൻ. നമുക്കറിയാം, മത്തായി 28 അവസാന വാക്യത്തിൽ പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തവൻ. എന്താണ്? എല്ലാ നാളും കൂടെ ഇരിക്കുന്ന കർത്താവ്. ദൈവത്തെ സ്തോത്രം. പെട്ടെന്ന് പോട്ടെ, സമയം പോയതുകൊണ്ട്. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്ന, ആ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനാണ് നിത്യത്തിൽ എത്തിച്ചേരുന്നത്. നമുക്കറിയാം, നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ എന്തൊക്കെ ആവശ്യമുണ്ട്? നമ്മൾ എന്തെല്ലാം ചെയ്യല്ലേ? ആഹാരം അത്യാവശ്യ കാര്യം, വെള്ളം അത്യാവശ്യ കാര്യം അല്ലേ, വായു അത്യാവശ്യ കാര്യം. ഇതെല്ലാം ഈ പുറമേയുള്ള മനുഷ്യന് ആവശ്യമുള്ളതുപോലെ അകത്തെ മനുഷ്യൻ ഇതിലും ആവശ്യമുണ്ട്. ദൈവത്തെ സ്തോത്രം ചെയ്തു. 1 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിലെ 1-2 വാക്ക് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഒന്ന് വായിച്ചേരെ. ദൈവത്തെ സ്തോത്രം. ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ശ്രദ്ധിക്കണമേ.
അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കണമെങ്കിൽ പുറത്തെ മനുഷ്യനെ നമ്മൾ പരിപോഷിക്കുന്നത് പോലെ അകത്തെ മനുഷ്യൻ എന്തുണ്ടാകണം? പരിപോഷണം പ്രാപിക്കണമെങ്കിൽ, അവൻ ആത്മാവിൽ ബലപ്പെടണമെങ്കിൽ, ശക്തി പ്രാപിക്കണമെങ്കിൽ, ഹല്ലേലൂയ, പത്രോസ് പറയുന്നത് എന്താണ്? ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച വൃതന്മാർക്ക് എഴുതുന്നത് അല്ലേ? ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച വൃതന്മാർക്ക് എഴുതുമ്പോൾ പറയുന്നു, വായിച്ച 2:1, ആകയാൽ സകല ദുഷ്ടതയും 24 അവസാനിക്കുക, 25 നമ്മൾ കാലുകുത്തുവാൻ നാം റെഡിയായിരിക്കുക. വായിച്ചു പറഞ്ഞ 31 രാത്രിയിൽ നമ്മളൊരു തീരുമാനമെടുക്കും, ഹോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ തീരുമാനം പോയി. അന്നേരം ഇവിടുന്ന് ഇരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇതിൻ്റെ റിതം അങ്ങോട്ട് ചൂട് കൂടുമ്പോൾ 3-ാമത്തെ സ്റ്റെപ്പ് 4-ാം സ്റ്റെപ്പ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ട്രെയിൻ ഞങ്ങളുടെ മുറ്റത്തിൻ്റെ അടുത്തൂടെ ട്രെയിൻ പോകുന്നത്. ട്രെയിൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കുറേ കരിയിലെ അങ്ങ് പറക്കും. ട്രെയിൻ നിന്ന് കഴിയുമ്പോൾ സ്വത്രം ഹല്ലേലൂയ. നിങ്ങൾ സ്വത്രം ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞോളാം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, ഇവിടെ എന്താ പറയുന്നത്? ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കി കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച നിൽക്കണമേ. ഈ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലോ. അകത്തിരിക്കുന്ന രോഗം സൗഖ്യമാക്കണമെങ്കിൽ ആദ്യം എന്താ ചെയ്യുന്നത്? അതിനകത്തെ അണുക്കളെ അഴുക്ക ഞെക്കി കളഞ്ഞാണ് എടുക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ യെശയ്യാവെന്ന് പറഞ്ഞ ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, ഞെക്കി കഴുകിയിട്ടില്ല, കെട്ടി അവിടെ. സ്തോത്രം. അപ്പം അകത്ത് പോഷകങ്ങളെ സൗഖ്യമാകാൻ എന്താ വേണം? അകത്തിരിക്കുന്നത് മുഴുവനും എന്ത് ചെയ്യണം? നീക്കിക്കളയണം. ഇപ്പം ഇവിടെ എന്താ പറഞ്ഞു കേൾക്കുന്നത്? പത്രോസ്ലീഹ ആരോടാ പറഞ്ഞത്? ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച വൃതന്മാർക്ക് എഴുതുമ്പോൾ പറയുന്ന കാര്യമാണ് എന്താണ്? ആകയാൽ മേളിൽ പറഞ്ഞു, കിടന്ന വീഴ്ച കെടാത്ത നിൽക്ക് ദൈവത്താൽ വീണ്ടും ജന്മം പ്രാപിച്ചു പോകുന്നത് കൊണ്ട് വാടിയതൊക്കെ പറഞ്ഞ് ദൈവത്തിനോട് നിൽക്കുന്നത് പറഞ്ഞിട്ട് പറയുകയാണ്, ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോൾ ഈ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ശക്തി പ്രാപിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അകത്തിരിക്കുന്ന ആകയാൽ സകല ഞങ്ങൾ ദുഷ്ടന്മാരെന്നല്ല, നിങ്ങളോടല്ല പറഞ്ഞത്. ആത്മാവിനെ വിശുദ്ധീകരണം പ്രാപിച്ച് അവിടെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ സകല ദുഷ്ടതയും, അല്ലല്ല, 1 പത്രോസ് 1 ആദ്യത്തെ വാക്യം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കുപ്പദോക്യയിലും ആസ്യയിലും ബിഥുനയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും, ഈ ചുറ്റിപ്പാർക്കുന്ന പരദേശികളായിരിക്കുന്ന വിശ്വാസികളോട് ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് ക്രിസ്തുയേശുവിന്റെ വൃതന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടവ നിത്യതയിൽ കർത്താവിന് പോകുവാൻ പോകുന്നവരോട് പത്രോസ്ലീഹ പറയുകയാണ്, ആകയാൽ സകല ദുഷ്ടതയും, ചതിവും, നുണയും, അതാ ഭയങ്കര കാര്യം. ഇത് വളരെ യാഥായുള്ള കാര്യം. വ്യാജഭാവം എന്ത് ചെയ്തു? ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുക. ഭക്തിയുടെ വേഷമോ ഭയങ്കര വേഷമോ, പുറമേ നോക്കിയാൽ സകലതുകൊണ്ട് എന്തോത്തിനാ കുറവ്? ഹല്ലേലൂയ. പക്ഷെ എന്താണ്? ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അതിനെ ശക്തിയെ ത്യജിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ഇവിടെ പത്രോസ്ലീഹ പറയുന്നു, വ്യാജഭാവവും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. മറ്റെല്ലാം മായമുള്ളതാണ്. ഈ വചനമെന്ന മായമില്ലാത്ത പാല് എപ്പോഴാണ് കുടിക്കുന്നത്? രാവിലെയും വൈകിട്ടും അല്ല, നമ്മൾ കുടിച്ചുകൊണ്ടേയിരിക്കണം. ഒരു കുഞ്ഞിന് വിശന്നാൽ അതൊക്കെ പാല് അവനാവശ്യമുള്ള വില കൊടുക്കും. അതുപോലെ നാം എന്ത് ചെയ്യണം? നമ്മുടെ മനുഷ്യനെ അകത്ത് പ്രവേശിപ്പാൻ,
അത് ശക്തി പ്രാപിക്കാൻ സമയം നൽകുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ ശക്തി പ്രാപിച്ച മനുഷ്യൻ ദിവസം തോറും എന്ത് ചെയ്യണം? മായമില്ലാത്ത പാല് കുടിച്ചാൽ കണ്ട് എഫെസ്യ ലേഖനം 4:22-23 വാക്യം വായിച്ച്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ട് എഫെസോസിലെ വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. കാരണം നമ്മളെല്ലാവരും ആഴപ്പൻ്റെ മക്കളാ, ആദാമിൻ്റെയും. ഞാൻ നിങ്ങളെന്നെ പൊട്ട് കളിപ്പിക്കാന്നോ? ആരാ നമ്മളെല്ലാം? ആരാ? ഇയാൾക്ക് വേണേൽ പറഞ്ഞു വെച്ച് പോടോ, ഞങ്ങൾ കേട്ടോളാം ആയിരിക്കും അല്ലേ? സ്തോത്രം. നമ്മൾ ഒരുമിച്ചാ പ്രസംഗം, ഞാൻ തന്നെയല്ല. പത്രോസ് 11 പേരോട് എഴുന്നേറ്റ് നിന്നോ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും പറയണം. എന്നാ പറഞ്ഞേക്കുന്നത്? നമ്മളെല്ലാവരും ആദാമിൻ്റെ മക്കളാ, ഒരപ്പൻ്റെ മക്കളാ, ഒരൊറ്റ അപ്പനേ ഉള്ളൂ. പിന്നെ നമ്മളെല്ലാവരും കുടുംബക്കാർ ക്രൂസിലെ ചോട്ടില് കുരിശും മൂട്ടിലാണ് നമ്മുടെ വീട്ടുപേര്. നിങ്ങൾക്ക് മനസ്സിൻ്റെ അടുത്താൽ മതി, കുരിശും മൂട്ടിലാ. ഹല്ലേലൂയ. അപ്പൻ്റെ രക്തം ഒരാളാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതല്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനാണ് നിത്യത്തിലെത്തുന്നത്. കൊലോസ്യ ലേഖനം 3:8-9 ഒക്കെ വായിച്ചേ. കൊലോസ്യർ 3:8-9 പെട്ടെന്ന് വായിച്ചേ. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവേൻ. എന്തൊക്കെയാണ് എൻ്റെ മക്കൾ? ഒന്നൊന്ന് വായിച്ചേ. ഇപ്പോഴോ നിങ്ങൾ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം. വായിൽ വരുന്ന ദൂഷണം. അടുത്ത വാക്യം. ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവേൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. ഇതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. 12 മണിയായോ? ദൈവമേ സ്തോത്രം. ഇതൊരു വലിയ പ്രശ്നമായി. ഭോഷ്ക് എനിക്കൊരു കല്ല് വെച്ച നുണയെന്ന് പറയുന്നത് ഒത്തിരി കാര്യം പറയും. മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത്. അയ്യോ, ഇവരെല്ലാവരും ഒരു കാര്യം, ദൈവം എന്ന് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണമേ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കണം. 15 അവിടെ പറയുന്ന ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകണം, ഗോപുരങ്ങൾ നഗരത്തിൽ കിടക്കരുത്, തങ്ങൾ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ശുദ്ധകാരും ബിംബാരാധികളും ഭോഷ്കൾ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. ഹല്ലേലൂയ. ഏവരും പുറത്തു തന്നെ. യു ആർ നോട്ട് എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. തന്റെ പ്രാണപ്രിയൻ പറഞ്ഞതാണെങ്കിൽ അവൻ തുടക്കത്തിൽ എന്താ പറയുന്നത്? അഗ്നിയാളക്കത്തുള്ള കണ്ണുള്ളവൻ, ഇരുവായിട്ടുള്ള വാളുള്ളവൻ, ഹൃദയങ്ങളെ ഉൾപ്പെടെ ആരായുന്നവൻ. ഹല്ലേലൂയ. ആമേൻ. ഒടുക്കത്തെ ആദ്യത്തെയോ അൽഫയും ഒമേഗയും ആദിയും അന്തമാകുന്നവൻ, വരുന്നവനും ഇരിക്കുന്നവനും ഇരുന്നവനും ആയ കർത്താവ് അരുളി ചെയ്തു. ഹല്ലേലൂയ. അവിടെ പറയാണ്, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാക്കണം, ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കരുതും, തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ദൈനംദിന ജീവിതത്തിൽ ഓരോ നിമിഷവും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ ജീവിത വസ്ത്രം അലക്കി വെണ്മയാക്കി. ഓ ഹല്ലേലൂയ. കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ തീർന്നില്ല. പിന്നെ പറയുന്നതാണ്, ഭോഷ്ക് പറയുകയും അതിൽ പ്രിയപ്പെടുന്നവർ പറഞ്ഞത് തന്നെയല്ല, ഭോഷ്കിനെ സപ്പോർട്ട് ചെയ്തവരും. whoever it is, nobody can enter the kingdom of God. Hallelujah. ഇവിടെ പറയുന്നത് കൊലസ്ഥലം തിരിച്ചു വന്നേ. കൊലസ്ഥലം എന്താ പറയുന്നത്? അന്യോന്യം ഭോഷ്ക് പറയരുത്. അടുത്തത്, നിങ്ങളുടെ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് രക്തം ജയം. നിങ്ങളുടെ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ. ജീസസ്. ഹല്ലേലൂയ. പ്രാണപ്രിയ ഗതസമര തോട്ടത്തിൽ മാനവരാശിയുടെ മുഴുവൻ പാവവും
പിതാവായ ദൈവം തന്റെ പുത്രന്റെ മേൽ ചുമത്തുമ്പോ അപ്പാ കഴുകലി പാനപാത്രം നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ നിറവേറട്ടെന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത പ്രാണപ്രിയൻ നമ്മെ രക്ഷിച്ചത്, അവരുടെ സന്തതിയെ കണ്ടത് നമ്മെ ഓരോരുത്തരെയായിരുന്നു. ഏലി ഏലി ലംബ സബക്കാനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രാണപ്രിയന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പഴയ മനുഷ്യനെ, അതാ വർഗത്തിൽ ഉണ്ടായ സകല മാനവരാശിയെ രക്ഷിക്കുവാൻ വേണ്ടി പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോട് കൂടെ ഉരിഞ്ഞു കളഞ്ഞു. ചൂടാരാമ ഹത്താരാജ ഉടകക്കട്ട കടിയച്ചുമ്പ വേലിക്കട്ട കുടിയാറകട ദൈവത്തിന്റെ പൈതല് അവരെ പ്രവർത്തികൾ ഉരിഞ്ഞു കളഞ്ഞ് വായിച്ചേ, ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ പരിജ്ഞാനത്തിനായി പുതുക്കം നിർത്തണമേ. പരിജ്ഞാനം എവിടുന്നാ വരുന്നത്? കർത്താവുമായി ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴാണ്. പ്രഭാതം മുതൽ ഹല്ലേലൂയ, നമുക്കറിയാം ഒരു മനുഷ്യൻ ദൈവത്തോട് യാത്ര ചെയ്തു 300 വർഷം, എന്നിട്ട് എന്ത് ചെയ്തു? കർത്താവ് പോയി. സ്തോത്രം. അപ്പൊ കർത്താവുമായി ഒരുമിച്ച് യാത്ര ചെയ്തല് പരിചയം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനമാണ് പരിജ്ഞാനം. അതെവിടുന്ന? കർത്താവുമായി ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ, അവനുമായി ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുമ്പോൾ മറ്റെല്ലാത്തിനും നമ്മൾ ഒത്തിരി സമയം കണ്ടെത്തും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, പ്രാർത്ഥനയ്ക്ക് എത്ര സമയം നമ്മൾ എടുക്കുന്നത്? എത്ര സമയമാണ്? വളരെ ചുരുക്കമാണ്. ഹൃദയത്തെ കൈവച്ചെന്ന് പറഞ്ഞേ. അതുകൊണ്ട് എൻ്റെ പ്രാണപ്രിയന്റെ കർത്താവ് പറഞ്ഞത്, ഉപജീവന ചിന്തകളാൽ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്തു? സ്തോത്രം. ഉപജീവന ചിന്തകൾ വരുമ്പോഴായി പ്രശ്നം. പ്രാണപ്രിയന്റെ കരങ്ങൾ ഏൽപ്പിച്ചു ദൈവത്തിന്റെ പൈതല് എന്നെ നടത്തുവാനാണ് കഴിവുള്ള ദൈവമാ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചെന്ന് ഞാനത് ഐ നോ ഹും ഐ ബിലീവ്. ഹല്ലേലൂയ. അവൻ ആ ദിവസം വരെ നടത്തുവാൻ ശക്തനാണ്, ഉറച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കണമേ, അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ശക്തി പ്രാപിക്കണമെങ്കിൽ പഴയ മനുഷ്യന്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞ് പരിജ്ഞാനത്തിനായി പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുന്നുവല്ലോ. പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെ ചോദിച്ചേ, രക്ഷിക്കപ്പെട്ട് എത്ര വർഷമായി? നമ്മളെ എവിടേക്കല്ലേ? എന്നോടൊന്നും പറയണ്ട, എനിക്ക് നേർച്ച കാര്യമില്ല. നമ്മളിതൊന്ന് ആലോചിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം വന്നു? 50 കൊല്ലം മുമ്പ് രക്ഷിക്കപ്പെട്ടു, അല്ലെ 60 കൊല്ലം മുമ്പ്, അല്ലെ 10 വർഷം, ഇന്നലെ അല്ലെ ഏതായാലും ആട്ടെ, എത്ര വർഷകാലാവധിയല്ല വിഷയം. ഇപ്പം പിടിച്ച പോലെ കൊണ്ടുവരുന്ന തമ്പുരാൻ പറയുന്നത്. പഴയ നമ്മൾ ഒത്തിരിയൊക്കെ ചെയ്തു കാണും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ തമ്പുരാൻ ചോദിക്കുന്ന ഇപ്പം വല്ല പിടിച്ചതുണ്ടോ കൊണ്ടുവരാൻ? ജസ്റ്റ് നൗ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? വ്യത്യാസം വന്നിട്ടുണ്ടോ? ഉരിഞ്ഞു കളഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കും. അടുത്ത വാക്യം ഞാൻ 2-3 തീർക്കട്ടെ. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും, അല്ലേ? ആന്നു പത്രോസ്ലീഹ പറഞ്ഞു, പരദേശികളായി പാർക്കുന്നു. ഒന്ന് വായിച്ചേ, 1 പത്രോസ് 2 അധ്യായം അതിന് 11-ാമത്തെ വാക്യം വായിച്ചേ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നമ്മൾ ആരാ? നമ്മൾ പ്രവാസികളും പരദേശികളും ആണോ? നമ്മുടെ വീടിൻ്റെ ബില്ല് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ. ഇന്ന് വായിച്ച സങ്കീർത്തനം 54-ാമത്തെ വാക്യം. ഇതേതാ സങ്കീർത്തനം വായിച്ചത്? അയ്യോ, അതിനെ പറഞ്ഞല്ലോ. സ്തോത്രം. ശരമിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ 54-ാമത്തെ വാക്യമാണ്. ഞാൻ പരദേശിയായി പാർക്കുന്ന ഭവനത്തിൽ എന്താണ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ട് അത് വെളിയിലാക്കി വെച്ചാൽ നമ്മൾ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. ആണോ? സ്തോത്രം. നിങ്ങളാരുമല്ല, ഞാൻ വേറെ കാര്യമാണ്. നിങ്ങളൊക്കെ നല്ല മക്കളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പത്രോസ്ലീഹ പറഞ്ഞ ശ്രദ്ധിച്ച്,
പ്രിയമുള്ളവരെ, പരദേശികളും പ്രവാസികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ. ശ്രദ്ധിക്കണമേ, മതി. നമ്മളാരാണ്? പ്രവാസികളാണ്, നമ്മൾ പരദേശികളാണ്. ആ ഒരു ചിന്ത നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. നമ്മൾ എത്ര ചെയ്താലും എന്ത് ചെയ്താലും ഒരു ദിവസം നമ്മൾ ഇതെല്ലാം വിട്ടിട്ട് പോകണം. ഒരു ദിവസം പറഞ്ഞ പോലെ ശവപ്പെട്ടി വരെ ഉള്ളൂ ലാസ്റ്റ്. ശവപ്പെട്ടിക്ക് അപ്പുറത്തേക്ക് പോകുന്നതാണ് ദൈവസ്നേഹം. ഹല്ലേലൂയ. അതൊരിക്കലും അറ്റുപോകുന്നതല്ല. ആ ദൈവസ്നേഹത്തിൽ നിന്നുള്ളതായ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ വിട്ടുപോയാൽ നിത്യത നഷ്ടമാകും. നിത്യത നഷ്ടമായാൽ നിത്യ നരക അഗ്നിയിലാണ് നാം വീഴേണ്ടത്. അക്കാര്യം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ. 2-3 വാക്കുകൾ പെട്ടെന്ന് വായിക്കണം. നമുക്കറിയാം, നമ്മളാരോ പരദേശികളാണ്. ഈ സ്തോത്രം, ഗോത്രപിതാവായ യാക്കോബ് അവസാന കാലഘട്ടമായപ്പിരുന്ന് പദം പറഞ്ഞ് കരയാൻ തുടങ്ങി. നമുക്കെല്ലാം അറിയാവുന്ന കാര്യം. താനിങ്ങനെ കരഞ്ഞുകൊണ്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോസഫ് അയച്ച രഥം കയറി വരുന്നത്. ശ്രദ്ധിക്കൂ, താനിങ്ങനെ പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ട്, നമ്മുടെ മലയാള ഭാഷ പറഞ്ഞതേ ഉള്ളൂ, വ്യവസായ പദം പറഞ്ഞ് നല്ല എഴുതിയേക്കുന്നു. സ്തോത്രം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പദം പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് തൻ്റെ വീട്ടിലേക്ക് ഇതാ ജോസഫ് അയച്ച രഥം കയറി വരുന്നു. താൻ രഥം കണ്ടപ്പോൾ താൻ റിവൈവ് ചെയ്തു. യാക്കോബിന് ചൈതന്യം. അവിടെ ഒരു പ്രബോധനം പറയേണ്ടത് ആ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഹല്ലേലൂയ. ഈ രഥത്തിൻ്റെ ശബ്ദം കേട്ട് കണ്ടപ്പോൾ ഈ പദം പറഞ്ഞിരുന്ന ഈ 130 വയസ്സുള്ള മനുഷ്യൻ പെട്ടെന്ന് ചെയ്തു, താൻ ചൈതന്യം പ്രാപിച്ചു, റിവൈവ് ചെയ്തു. റിവൈവ് പ്രാപിച്ചു. എന്നിട്ട് ചെന്ന് അങ്ങോട്ട് കയറി ചെന്നോളം തൻ്റെ പുള്ളി കൈകയറി എന്ത് ചെയ്തു? ഫറവോനെ അങ്ങ് അനുഗ്രഹിച്ചു. ഫറവോനെ അനുഗ്രഹിച്ചിട്ട് ഫറവോനോട് ചോദ്യം ചോദിച്ചു, എത്ര വയസ്സായി? എനിക്ക് അവിടെ പ്രശ്നം. ഒന്ന് വായിച്ചേ, 47-ന്റെ 8-9 വായിച്ചു. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അടുത്ത അത് ശ്രദ്ധിച്ചോണം. യാക്കോബ് ഫറവോനോട് എന്റെ പരദേശ പ്രയാണത്തിന്റെ യാക്കോബ് ഫറവോനോട് പറയുന്നൊരു കാര്യം, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. എന്റെ ചോദ്യം, ഈ പരദേശ പ്രയാണം എന്നുള്ള എവിടുന്ന് പുള്ളി കിട്ടി? എവിടുന്ന് കിട്ടി? അന്ന് പുസ്തകമില്ല, ഈ പുസ്തകമില്ല, ജാതൊന്നുമില്ല. വാക്കു പ്രമാണം മാത്രം ഉള്ളപ്പോഴാണ് യാക്കോബ് ജീവിച്ചിരുന്നത്. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം എന്ന് പറയുന്നത്, യാക്കോബ് തൻ്റെ വല്യപ്പനായ അബ്രഹാം ഒരുമിച്ച് 15 സംവത്സരം കൂടാരങ്ങളിൽ കൂടെ നടന്നു. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. തൻ്റെ ഈ കൂടാരത്തിൽ കൂടെ നടക്കുമ്പോൾ തൻ്റെ കൊച്ചുമകനായിരിക്കുന്ന യാക്കോബിനോട് അബ്രഹാം പറയും, മകനെ, ഇതൊന്നും നമ്മുടേതല്ല, ഇതൊന്നും നമ്മുടേതല്ല. നമ്മളാരാണ്? നമ്മൾ പരദേശിവാസികൾ. നമുക്കൊരു പ്രയാണം കഴിഞ്ഞ് നമുക്കൊരു സ്ഥലമുണ്ട്. അവിടെ പറയുന്നത് 130 അതിനെ സ്വാധീനിക്കുന്ന ഒരു ചോദ്യം, ഒരു ഉത്തരം വരുന്നു. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ 9-10 വായിച്ചേ. വിശ്വാസത്താൽ അവർ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടാവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. ശ്രദ്ധിച്ചാട്ടെ, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യത്തെ അതാണ് ബലപ്പെടുന്ന ഒരു ചോദ്യമാണ് ഇവിടെ പൗലോസ് പറയുന്നത്. എന്ത് ചെയ്തു? വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടാവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോട് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. അടുത്ത് വായിച്ച്. ദൈവം ശില്പിയായി ശ്രദ്ധിക്കണമേ, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ശ്രദ്ധിക്കണമേ, അബ്രഹാം ബഹുസമ്പന്നായിരുന്നു. വേദപുസ്തകമായി പഠിപ്പിക്കുന്നു. താൻ എന്ത് ചെയ്തു? തൻ്റെ കൊച്ചുമക്കളെ തച്ചമകനെ കയ്യെ പിടിച്ചുകൊണ്ട് ഇതിനകത്തൂടെ കൂടാരങ്ങൾ കൂടെ നടക്കുമ്പോൾ താൻ പറഞ്ഞു, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു നഗരം നമുക്കുണ്ട്
ഇതല്ല നമ്മുടെ സ്ഥലം. കൊച്ചുമക്കളെ വളർത്തുന്ന വല്യപ്പച്ചന്മാരിത് പഠിക്കട്ടെ. ഹാലൽ എനിക്ക് 2 പേരുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുമ്പോൾ നാം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. എന്താണ് മക്കളെ, ഇതല്ല ഇത് നമ്മുടേതല്ല. UK അല്ല നമ്മുടെ ലക്ഷ്യസ്ഥാനം. നമുക്കായി ഒരുക്കുന്ന ഒരു സർവശക്തൻ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു നഗരം നമുക്കായി ഒരുക്കുന്നു. ദൈവത്തിന്റെ പൈതലേ. കുഞ്ഞാന്റെ 13, 14, 15 ഒന്ന് വായിച്ചു പറ. പെട്ടെന്ന് വായിച്ചു. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും. ശ്രദ്ധിക്കണമേ, ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും വന്ന് ഏറ്റുപറഞ്ഞു. വായിച്ച്. വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. ശ്രദ്ധിക്കണമേ, ഭാഗം സമയമില്ലല്ലോ. 11:24 വായിച്ച്. വിശ്വാസത്താൽ മോശത്താൽ വളർന്നപ്പോൾ പാപത്തിന്റെ ഹല്ലേലൂയ, അവരെല്ലാവരും എന്ത് ചെയ്തു? വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ തന്നെ അന്യരും പരദേശം ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങി പോകുവാൻ ഇടയുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിൽക്കട്ടെ. നമ്മൾ എന്താ വിട്ടു നമുക്കറിയാം, ഞാൻ പറയുന്നില്ല. 11:24 വായിച്ച്. അവിടെ വിശ്വാസത്താൽ മോശത്താൽ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങളെക്കാൾ ദൈവജനത്തോട് കഷ്ടമനുഭവം തെരഞ്ഞെടുത്തു. നിർത്തിക്കാണ് ദൈവത്തിന്റെ പൈതലേ. ഹല്ലേലൂയ. മോശ എന്ന് പറയുന്നത് അടുത്ത ഫറവോനാകേണ്ട വ്യക്തി വിശ്വാസത്താൽ പറഞ്ഞത്. എവിടുന്നാ വിശ്വാസം കിട്ടിയത്? ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നാണോ? അല്ല. തൻ്റെ മാതാവ് തനിക്ക് പാല് കൊടുത്ത സമയത്ത് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മാതാപിതാക്കാര് എന്തോ ചെയ്യണം? കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്ത് അവരെ വിശ്വാസത്തിൽ നിലനിർത്തണം. ശ്രദ്ധിക്കൂ, മോശയുടെ അമ്മ മോശയ്ക്ക് പറഞ്ഞു കൊടുത്ത കാര്യം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പറയാണ്. പൗലോസ് എഴുതുമ്പോൾ പറയുന്നു, വിശ്വാസത്താൽ മോശത്താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങളെക്കാൾ ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കുന്നത്. ഇത് പകൽക്കാലം. വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുക. സമയം പറഞ്ഞത് തീരാൻ 5 മിനിറ്റ് ഉണ്ടോ? സ്തോത്രം. ഇല്ലയോ? 5 സ്തോത്രം. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? വിട്ടുകളഞ്ഞതിനെ ഓർത്തിരുന്നെങ്കിൽ പോകത്തില്ല. അപ്പം നമ്മളെന്തൊക്കെ വിട്ടു നമുക്കറിയാം. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 2 കാര്യങ്ങൾ പറയുന്നത് വിടുന്നു. സ്തോത്രം ചെയ്യുന്നു. 5-ാം വാക്യത്തിന് 1-ാം വാക്യം വരുന്നു. കൂടാരമായി ഞങ്ങളെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനം ദൈവത്തിന്റെ ദാനമായി കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. മതി മനെ. എന്താണ് നമുക്ക് ദൈവം സുഖമുണ്ട്. റോമർ 8:18 പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എഴുതുന്നു. ആ വെളിപ്പാടാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. കാരണം പ്രാണപ്രിയൻ തന്റെ സഭയെ ചേർക്കുവാൻ താൻ എത്ര വേഗം മടങ്ങി വരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ പറയുന്നു, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം എന്നാകുന്നു ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവരെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകയാൽ അവരോട് പ്രത്യക്ഷന്മാരാകി തീരുവാൻ പോകുകയാണ്. 2024 എന്ത് സംഭവിച്ചു, 2025 എന്ത് സംഭവിച്ചാലും ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ അകത്തൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. ഈ കൂടാരം പൊളി. ഹല്ലേലൂയ. ഇത് പൊളിയും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു നഗരത്തിനായി കാത്തിരിക്കുവാൻ ഇന്ന് പകൽക്കാൽ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ ശക്തി പ്രാപിക്കട്ടെ. അടകൽ കടാര ഹംബൽ കടകലരത ഹസ്തലേ ദൂര ദൈവമായ കർത്താവ് ഈ പുതിയ വർഷക്കാലം സകല അനുഗ്രഹങ്ങളും നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.